ഭക്ഷണ ഇനങ്ങളുടെ വ്യത്യസ്തത കൊണ്ടുകൂടി ശ്രദ്ധേയമാണ് കണ്ണൂരിലെ നോമ്പുകാലം. കണ്ണൂർ സിറ്റി നോമ്പുകാലത്ത് ഒരുക്കുന്ന പലഹാരങ്ങൾക്ക് എണ്ണമില്ല. വീടുകളിലും കടകളിലുമെല്ലാം വിവിധ രുചികൾ നിരക്കുന്ന ആ കാഴ്ചകളിലേക്ക്. റംസാൻ വ്രതത്തിന്റെ പുണ്യത്തിനൊപ്പം എണ്ണപ്പലഹാരങ്ങളുടെ കൈപുണ്യം കൂടി ചേരുമ്പോഴാണ് കണ്ണൂർ സിറ്റിയുടെ നോമ്പുകാലം പൂർണ്ണമാകുന്നത്. കാണാം സിറ്റിയുടെ നോമ്പുകാല വിശേഷങ്ങൾ. വിശ്വാസവും പൈതൃകവും ചരിത്രവും ഇടകലർന്ന കണ്ണൂർ സിറ്റിയുടെ നോമ്പുകാലം സുന്ദരമാണ്. വ്രതനിഷ്ഠയുടെ പുണ്യം പകരുന്ന പള്ളികൾ സിറ്റിയുടെ ആത്മാവ് കാക്കുന്നു. നോമ്പുതുറ വിഭവങ്ങളുടെ വൈവിധ്യം കൊണ്ടുകൂടി പ്രസിദ്ധമാണിവിടം. എണ്ണിയാൽ തീരാത്ത എണ്ണപ്പലഹാരങ്ങളുണ്ട് ഇവിടെ നോമ്പുതുറ വിഭവങ്ങളായി. ഉന്നക്കായ, മുട്ടമാല, പഴം നിറച്ചത്, കിളിക്കൂട്, പേരിലും രുചിയിലും വ്യത്യസ്തമായ ഈ വിഭവങ്ങളെല്ലാം നോമ്പുകാല വൈകുന്നേരമായാൽ കണ്ണൂർ സിറ്റിയിലെ കടകളിൽ നിരക്കും. വീടുകളിലും അങ്ങനെ തന്നെ. പഴയ കാലത്തെ പൂർവികന്മാർ ചെയ്തു വരുന്ന ഓരോ നോമ്പുകാരുണ്ടായിരുന്നു. അതായത് പല ഐറ്റംസുകൾ, എണ്ണക്കടികളാണ് നമ്മളെ കൂടുതൽ ഈ ഭാഗത്ത് ഉപയോഗിച്ച് വരുന്നത്. ഒരുവിധ പള്ളിയിലൊക്കെ ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടാകാറുണ്ട്. മിക്കവാറും ഓരോ വീടുകളിൽ നിന്ന് കൊണ്ടാണ്ട് കൊടുക്കുന്നത് കൂടാണ്ട് നമ്മളെ പള്ളി കമ്മിറ്റി തന്നെ ഇതിന് മുൻകൈ എടുത്തിട്ട് ഓരോ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിച്ചിട്ട് കൊണ്ടാണ്ട് ചെയ്യുന്നുണ്ട്. ഇറാനി പോള, വെള്ളപ്പോള, കാരറ്റ് പോള, കായ്പോള, ഇറച്ചിപ്പത്തൽ, ഉണ്ടപ്പുട്ട് എണ്ണിയെടുക്കാൻ പോയാൽ അന്തമില്ലാതാകും. തിളച്ച എണ്ണയിൽ മുങ്ങിപ്പൊങ്ങി വരുന്ന നെയ്പത്തലും അടിച്ചു പദം വരുത്തിയ ചൂട് പൊറോട്ടയുമൊക്കെ എവർ ടൈം ഫേവറേറ്റുകളാണ്. കൂടുതലായിട്ട് മൂവിങ് ചെയ്യുന്നത് സ്നാക്സിനെ കുറിച്ചാണ്. കൂടുതൽ സ്നാക്സിനാണ് പോകുന്നത്. പിന്നെ നോമ്പ് തുറ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് വെറൈറ്റി ചിക്കൻസ് ഉണ്ട്. പിന്നെ അതുപോലെ മുട്ടമാലയുണ്ട്, സ്പെഷ്യലായിട്ട് മുട്ടമാലയുണ്ട്. മഗ്രിബ് ബാങ്ക് മുഴങ്ങിയാൽ കാരക്കയോ ഈത്തപ്പഴമോ കഴിച്ച് പകലിന്റെ നോമ്പ് മുറിക്കും. പഴങ്ങളും ചെറുകടികളും പാനീയങ്ങളുമായുള്ള നോമ്പുതുറ കഴിഞ്ഞാൽ പിന്നെ നിസ്കാരമാണ്. നോമ്പിന്റെ പുണ്യത്തിനൊപ്പം പിന്നീട് നുകരുന്നത് കണ്ണൂരിന്റെ കൈപുണ്യവും. ഈ നാടിന്റെ രുചിപ്പെരുമയ്ക്ക് സമാനതകളില്ല. ആവിയിൽ വെന്തും എണ്ണയിൽ മുരിഞ്ഞും കല്ലിൽ ചുട്ടും നാവുകളെ ആനന്ദിപ്പിക്കാൻ ഈ നോമ്പുകാലത്തും കണ്ണൂരിന്റെ ചായക്കടികൾ ഒരുങ്ങി നിൽപ്പുണ്ട്. ആത്മീയതയും രുചിയുടെ ആഘോഷവും ഇടകലർന്ന റംസാൻ വ്രതകാലമാണ് സിറ്റിയിൽ കടന്നുപോകുന്നത്. ജനങ്ങളെല്ലാം തന്നെ അവ രണ്ടും രുചിക്കുന്നു എന്നുള്ളതാണ് ഈ നാടിന്റെ പ്രത്യേകത. കണ്ണൂരിൽ നിന്നും നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം.